പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മുത്തശ്ശനാണെങ്കിൽ ആദർശിനോട് പറയാണ്, നിൻ്റെ പേരിലാണ് ഞാനിപ്പോൾ അറിയപ്പെടുന്നതെങ്കിൽ അത് ഞാൻ മരിക്കുന്നതിന് തുല്യം തന്നെയല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ആ സമയത്താണെങ്കിൽ ആദർശ് പറയുന്നുണ്ടായിരുന്നു, എനിക്ക് അങ്ങനെ എൻ്റെ പേരിൽ അറിയപ്പെടണമെന്നൊന്നുമില്ല, മുത്തശ്ശൻ്റെ പേര് തന്നെ അറിയപ്പെട്ടാൽ മതി, എനിക്ക് എന്നും അങ്ങനെ ഇരുന്നാൽ മതി എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു, അത് അങ്ങനെയല്ല മോനെ, അപ്പോൾ എനിക്ക് എൻ്റെ പൂർവികർക്കും അതുപോലെ തന്നെ സ്വർണ്ണ ബിസിനസ്സൊക്കെ തന്നെയായിരുന്നു, അവർ ഇങ്ങനെ കൊണ്ടുവന്നിരുന്ന കാര്യമാണ്. പിന്നെ ഞാൻ ഏറ്റെടുത്ത് എൻ്റെ പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ഇനി നിൻ്റെ പേരിൽ വേണം മൂർത്തീസ് ജ്വല്ലറിയൊക്കെ അറിയപ്പെടാൻ, അങ്ങനെ തന്നെ വേണം എന്നൊക്കെ പറയാനുണ്ട്. അപ്പോൾ ആദർശിനൊരു സമാധാനം ആവുന്നുണ്ട്. പിന്നീട് മുത്തശ്ശി ചോദിക്കുന്നുണ്ടായിരുന്നു, നിങ്ങൾ എത്ര ദിവസത്തേക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ ചോദിക്കാനായിട്ട്. അപ്പോൾ ടൂറ് പോകുന്ന കാര്യം പറഞ്ഞല്ലോ, അപ്പോൾ എവിടേക്കാണ് പോകുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എത്ര ദിവസത്തേക്കാന്നൊക്കെ ചോദിക്കുമ്പോൾ നയന പറയുന്നുണ്ടായിരുന്നു, എനിക്കറിയില്ല, എല്ലാം ആദർശേട്ടനാണ് പ്ലാൻ ചെയ്തതെന്ന് പറയും കേട്ടോ. അപ്പോൾ ആദർശിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു മുത്തശ്ശൻ, അപ്പോൾ ഒരാഴ്ചയാണ് എൻ്റെ മനസ്സിലുള്ളത് എന്നൊക്കെ ഇങ്ങനെ പറയുകയും ചെയ്യും. അപ്പോൾ മുത്തശ്ശൻ പറയും, ചില സ്ഥലങ്ങളിൽ മൂന്നാറിലൊക്കെ ആദ്യകാലങ്ങളിലൊക്കെ പോകുമ്പോൾ എനിക്ക് പിന്നെ അവിടെ ഇങ്ങനെ നിന്ന് കഴിയുമ്പോൾ അവിടെ നിന്ന് തിരിച്ചു വരാനേ തോന്നാറില്ല, അങ്ങനെ നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളും ടൂറ് എക്സ്റ്റെൻഡ് ചെയ്തോണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നീ ഇവിടെ ഇല്ല എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ അച്ഛനും ഇളയച്ചനൊക്കെ കാര്യങ്ങൾ നോക്കിക്കോളും ജ്വല്ലറിയിൽ എന്നൊക്കെ പറയുകയാണ്. പിന്നീട് മുത്തശ്ശിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെ ടൂർ പോകുന്നതുകൊണ്ടൊന്നും കുഴപ്പമില്ല, ഇനി രണ്ടുപേരും തിരിച്ചു വരുമ്പോൾ ഇങ്ങനെ മുഖം വീർപ്പിച്ചുകൊണ്ട് വരരുത്, രണ്ടുപേരും നല്ല സന്തോഷത്തോടെ വേണം തിരിച്ചു വരാൻ എന്നൊക്കെ പറയണം. അപ്പോൾ ഇവർ സംസാരിക്കുന്നത് ജലജ അവിടെ നിന്നിട്ട് കേൾക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ മുത്തശ്ശനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, നവ്യ കുറച്ച് കഴിഞ്ഞാൽ അമ്മയാവും, അതുപോലെ തന്നെ അനാമിക മോളും വിശേഷം അറിയിക്കും, അപ്പോഴും ഞാൻ കാത്തിരിക്കുന്നത് നിങ്ങളുടെ കുഞ്ഞിന് വേണ്ടിയിട്ടാണ്. പുരോഹിതൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞ് ഒരു വിശേഷമുള്ള കുഞ്ഞ് തന്നെയായിരിക്കും എന്നുള്ളത്, അതുകൊണ്ട് തന്നെ അതിനെ കാണാനുള്ള ഒരു ആകാംക്ഷ എനിക്കുണ്ട്, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കാത്തിരിക്കുന്നത് എന്നൊക്കെ മുത്തശ്ശൻ പറയുകയാണ് കേട്ടോ. അപ്പോൾ നയനയ്ക്കും ആദർശിനും ചെറിയൊരു നാണൊക്കെ വരുന്നുണ്ടായിരുന്നു. പിന്നെ ജലജയാണെങ്കിലും ഇവരുടെ സംസാരമൊക്കെ കേട്ട് മുകളിലേക്ക് കയറി പോവുകയാണ്. ഈ സമയത്ത് അനാമികയും ജാനകിയും ദേവയാനിയും കൂടെ സംസാരിക്കുകയാണ്. ദേവയാനി അനാമികനോട് പറയുന്നുണ്ടായിരുന്നു, ഇനി എന്തെങ്കിലും വിശേഷം വരട്ടെ, അപ്പോൾ ആ സമയത്ത് മോൾക്ക് നേരത്തെ തന്നിരുന്ന അതുപോലൊരു മാല വല്യമ്മ വാങ്ങിച്ചു തരാമെന്നൊക്കെ പറയാണ്. അപ്പോൾ അനാമിക പറയുന്നുണ്ടായിരുന്നു, അതൊന്നും വേണ്ട വല്യമ്മേന്ന്. അങ്ങോട്ടാണ് കേട്ടോ ജലജ വന്നിരിക്കുന്നത്. അവിടെ സോഫയിൽ ഇരുന്നിട്ട് ഇങ്ങനെ പറയാണ്, ഇനിയിപ്പോൾ മൂന്നാറിലേക്കാണോ അതോ കൊടൈക്കനാലിലേക്കാണോ പോകുന്നതെന്ന് ആർക്കറിയാം, എത്ര ദിവസത്തിനാന്നൊക്കെ ആർക്കറിയാം, അവിടെ ഇങ്ങനെ പലരും ഇങ്ങനെ ഹണിമൂൺ ആഘോഷിക്കാൻ പോവല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് ജാനകി ഇങ്ങനെ അനാമികയോട് ചോദിക്കുന്നുണ്ടായിരുന്നു, ആഹാ എന്നിട്ട് മോള് ഞങ്ങളോടൊന്നും പറഞ്ഞില്ലല്ലോ ഹണിമൂണ് പോകുന്ന കാര്യം എന്ന് പറയൂ കേട്ടോ. അപ്പോൾ ഞാൻ പോകുന്നില്ല അമ്മയെന്ന് അനാമിക എടുത്തടിച്ച പോലെ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ദേവയാനി ചോദിക്കും, പിന്നെ ആരുടെ കാര്യം നീ പറയുന്നതെന്ന്. അപ്പോൾ ഏട്ടത്തി ഒന്നും അറിഞ്ഞില്ലേ, ഏട്ടത്തിയുടെ മോനും മരുമോളും പോകുന്ന കാര്യം തന്നെയാണ് പറഞ്ഞത് എന്ന് പറയും കേട്ടോ. അപ്പോൾ ഏട്ടത്തിനോട് ഇപ്പോൾ അവനൊന്നും പറയാറില്ലല്ലോ, അത്രയ്ക്ക് അവനങ്ങ് മാറി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ജലജയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, കല്യാണം കഴിഞ്ഞിട്ട് മാസങ്ങളായി, ഇപ്പോഴും രണ്ടുപേരും രണ്ടായി തന്നെയാണല്ലോ കഴിഞ്ഞിരുന്നത്, ഇപ്പോഴാണ് എന്നിട്ടിപ്പോൾ ഹണിമൂൺ ആഘോഷിക്കാൻ പോകുന്നത്, അതിന് അച്ഛനും അമ്മയൊക്കെ ഭയങ്കര സപ്പോർട്ട് തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ ദേവയാനിക്കാണെങ്കിലും അതങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. പിന്നീട് അനാമിക അവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നു, എൻ്റെ അനിയുടെയും കല്യാണമാണ് ഇപ്പോൾ അടുത്ത് കഴിഞ്ഞത്, അപ്പോൾ അമ്മയുടെ മകനാണെങ്കിൽ അതിനൊന്നും ഒരു താല്പര്യമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് അങ്ങ് എണീറ്റ് പോവുകയാണ്. അപ്പോൾ ജലജ അതിൽ കയറി പിടിക്കുകയാണ് കേട്ടോ. അവൾ പറഞ്ഞതിലും കാര്യമുണ്ട്, ഈ അടുത്ത് കല്യാണം കഴിഞ്ഞത് അനിയുടെ അനാമികയുടെ അല്ലേ, അവരിതുവരെ ഹണിമൂണൊന്നും പോയിട്ടുമില്ല, ഇനിയിപ്പോൾ അവരുടെ മുന്നിലൂടെയാണ് അവനെ വിളിച്ചുകൊണ്ട് പോകാൻ പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ അനാമികേനെ ഇതാക്കാൻ വേണ്ടിയിട്ടാണ്, അവളെന്തായാലും വിഷമിച്ച് ഇതൊക്കെ കണ്ട് ഇവിടുന്ന് അങ്ങ് പോവുമല്ലോ, അപ്പോൾ ആ ഗ്യാപ്പിൽ അവളുടെ അനിയത്തീനെ ഇങ്ങോട്ട് കൊണ്ടുവരാമെന്നായിരിക്കും അവൾ വിചാരിക്കുന്നത് എന്നൊക്കെ പറയാണ്. അപ്പോൾ ജാനകി പറയുന്നുണ്ടായിരുന്നു, അതെന്തായാലും ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നടക്കില്ല എന്ന് പറയാണ്. പിന്നീട് ദേവയാനിയോടാണെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ജാനകി, എന്തായാലും ഇതുവരെ കല്യാണം കഴിഞ്ഞിട്ട് അവർ ഒരുമിച്ച് കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് ഒരു ഗുഡ് ന്യൂസ് തന്നെയാണ് എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ അവർ യാത്രയ്ക്ക് പോവില്ലേ, അതെന്തായാലും തടയണമെന്ന് ജലജ പറയുമ്പോൾ അതെന്തായാലും നടക്കുമെന്ന് തോന്നുന്നില്ല എന്ന് ദേവയാനി പറയാണ് കേട്ടോ. ജയേട്ടനും അതുപോലെ തന്നെ അച്ഛനും അമ്മയൊക്കെ അവർക്ക് ഭയങ്കര സപ്പോർട്ടാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ഇനിയിപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു കുഞ്ഞും കൂടെ ജനിച്ചാൽ ഇങ്ങനെ എല്ലാവരും അവളെ തലയിലെടുത്ത് വയ്ക്കും, അല്ലെങ്കിലും ഇങ്ങനെ ഇവിടുത്തെ ആണുങ്ങളൊക്കെ അവളെ തലയിലെടുത്ത് വെച്ചാണല്ലോ നടക്കുന്നത്, അങ്ങനെ അവരെയൊക്കെ അവൾ മാറ്റിയെടുത്തു എന്നൊക്കെ പറയാണ് കേട്ടോ നയനയെ കുറിച്ച്. അവിടുന്ന് നേരെ അനാമിക പോകുന്നത് അനിയുടെ അടുത്തേക്കാണ്. അനിയുടെ അടുത്ത് ചെന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, നീ ഇവിടെ മൊബൈലും നോക്കിയിരുന്നോ, നിൻ്റെ ഏട്ടനും ഏട്ടത്തിയൊക്കെ ഇങ്ങനെ ഹണിമൂൺ ആഘോഷിക്കാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് തുടങ്ങുകയാണ്, നിനക്ക് എന്നെയും കൊണ്ട് എവിടെയും പോകണമെന്നൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് അനി പറയുന്നുണ്ടായിരുന്നു, അവർ പോകണമെങ്കിൽ പോയിക്കോട്ടെ, നമ്മുടെ കല്യാണം കഴിഞ്ഞെന്ന് വിചാരിച്ചിട്ട് നമ്മൾ തമ്മിൽ ഇങ്ങനെ പരസ്പരം അടുത്തിട്ടൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അപ്പോൾ മറ്റുള്ളവരെ ബോധിപ്പിക്കാനെങ്കിലും നിനക്ക് എന്നെയും കൊണ്ടൊന്ന് പോയിക്കൂടെ എന്നൊക്കെ അനാമിക ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മറ്റുള്ളവരെ കാണിക്കാനുള്ളതല്ല എൻ്റെ
ജീവിതം ഞാൻ സ്നേഹിക്കുന്നവരുടെ കൂടെ യാത്ര പോകാനേ എനിക്ക് താല്പര്യമുള്ളൂ എന്ന് പറയുകയാണ്. അപ്പോൾ അപ്പോഴും നിൻ്റെ മനസ്സിൽ ഇപ്പോഴും അവളായിരിക്കില്ലേ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ നിന്നെ അവർ മാറ്റിയെടുത്താണെന്നൊക്കെ പറഞ്ഞ് നയനേനെയും കുറേ കുറ്റപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അവൾ എന്നൊക്കെ ഇങ്ങനെ വിളിക്കുന്ന സമയത്ത് പറയുന്നുണ്ടായിരുന്നു, അങ്ങനെ ഇവളിൽ നിന്ന് വിളിക്കുന്നത് എനിക്കിഷ്ടമൊന്നുമല്ല, അവരെൻ്റെ ഏട്ടത്തിയാണ് എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ ഞാൻ അവരെ അങ്ങനെ തന്നെ വിളിക്കുള്ളൂ, ഈ വീട്ടിലെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത് അവൾ ഒറ്റൊരുത്തിയാണ് നുണച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് അങ്ങ് പോവുകയും ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കാണെങ്കിലും ആകെ ദേഷ്യം വരുന്നുണ്ട് അനാമികയുടെ ആ സംസാരത്തിൽ നിന്ന്. പിന്നെ നവ്യയും നയനയും കൂടെയാണ് കേട്ടോ സംസാരിക്കുന്നത്. അപ്പോൾ നവ്യ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, എന്തായാലും കുറച്ച് വൈകിയാണെങ്കിലും നിങ്ങളിപ്പോൾ ഹണിമൂൺ ആഘോഷിക്കാനൊക്കെ പോവല്ലേ, അത് നന്നായി, നീ പോയി എൻജോയ് ചെയ്യ്, ഇനിയിപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒരു തടസ്സമാവും എന്നൊക്കെ പറയാണ് കേട്ടോ. പിന്നീട് ഇവരിങ്ങനെ സംസാരിച്ച് നിൽക്കുന്ന സമയത്താണെങ്കിലും ജലജ അവിടേക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ നവ്യയാണെങ്കിലും ജലജയുടെ അടുത്ത് ചെന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, കണ്ടോ ഇങ്ങനെ ഭാര്യമാരെ സ്നേഹിക്കുന്ന ഭർത്താക്കന്മാർ, ഇപ്പോൾ അവളെയും കൂട്ടി ഇങ്ങനെ നയനേനെയും കൂട്ടി ആദർശമായിട്ട് ഇങ്ങനെ ഹണിമൂണിന് പോകാൻ പോവല്ലേ, അബി എന്നെ എവിടേക്കെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടോ, വേണ്ട ദൂര സ്ഥലത്തേക്കൊന്നും പോകണ്ടെന്ന് ഡോക്ടറും പറഞ്ഞിട്ടുണ്ട്, ഈ അടുത്ത് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങാൻ കൊണ്ടുപോയിക്കൂടെ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ നീ അവനെ അത്യാവശ്യം തന്നെ വട്ടം കറക്കുന്നുണ്ടല്ലോ, ഇനിയിപ്പോൾ എന്തിനാ അങ്ങനെ പോകുന്നതെന്നൊക്കെ പറഞ്ഞ് ജലജ അങ്ങ് കളിയാക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ നവ്യയ്ക്കാണെങ്കിലും. അപ്പോൾ നവ്യയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ജനിച്ച ശേഷം നിങ്ങൾ അബിയുടെ അച്ഛനെ കണ്ടിട്ടില്ല, അപ്പോൾ അതിൻ്റെ ഒരു കോംപ്ലക്സ് ആണ് നിങ്ങൾക്ക്, മറ്റുള്ളവർ നന്നായിട്ട് ജീവിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. നിങ്ങളുടെ പഴയകാല ചരിത്രമൊക്കെ എനിക്ക് കുറച്ചൊക്കെ അറിയാം, എന്നാലും മുഴുവനായിട്ട് അറിയില്ല എന്ന് പറയുമ്പോൾ ജലജ പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾക്കൊന്നും എന്നെക്കുറിച്ച് ഒന്നും അറിയില്ല എന്ന് പറയും. അപ്പോൾ നയന പറയും, കുറച്ചൊക്കെ ഞങ്ങൾക്ക് അറിയാം, ചേച്ചി പറഞ്ഞാലും കുറച്ചൊക്കെ കാര്യമുണ്ടെന്ന് പറയും. അപ്പോൾ ജലജയ്ക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അപ്പോൾ ജലജയാണെങ്കിലും ഓരോന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ്. അപ്പോൾ നവ്യ പറയുന്നുണ്ടായിരുന്നു, ഈ വീട്ടിലെ മറ്റുള്ള അംഗങ്ങൾ പറയുന്ന പോലെ നിങ്ങൾക്ക് ഞങ്ങളോട് ഒന്നും പറയാനുള്ള അധികാരമൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ നിങ്ങളുടെ അഹങ്കാരം ഞാൻ തീർത്തരാം, അന്ന് എൻ്റെ അമ്മയുടെ ബാഗിൽ ആ പൂജാമുറിയിൽ നിന്ന് മാല എടുത്ത് കൊണ്ടുവച്ചല്ലോ, അത് ഞാൻ ആ വീഡിയോ മുത്തശ്ശനെ കൊണ്ട് കാണിക്കട്ടെ, അതോടെ നിങ്ങളായിരിക്കും ഈ വീട്ടിലെ പെരും കള്ളി എന്നൊക്കെ പറയാണ്. അപ്പോൾ ജലജയ്ക്കൊരു പേടിയാവുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നീട് പറയുന്നുണ്ടായിരുന്നു, എനിക്ക് ഇവൾക്കൊരു ഓറഞ്ച് ജ്യൂസ് എടുത്ത് കൊണ്ടുവരെ, വെറുതെ ഇങ്ങനെ കൈ അനങ്ങാതെ ഇരിക്കുകയല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ നയന പറയുന്നുണ്ടായിരുന്നു, എനിക്ക് വേണ്ടാന്ന് പറയും. അപ്പോൾ നവ്യ പറയും, നീ ഒന്നും മിണ്ടാതിരിക്കുക, പോയി രണ്ടുപേർക്കും എടുത്തുകൊണ്ട് പോകാമെന്ന് പറയും കേട്ടോ. അപ്പോൾ ജലജയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, നീയൊക്കെ ഇതിനെ അനുഭവിക്കുമെന്ന് പറയും. അപ്പോൾ നവ്യ പറയുന്നുണ്ടായിരുന്നു, ഇപ്പോഴെന്താ അനുഭവിക്കുന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പറയുന്നുണ്ടായിരുന്നു, ഈ വീട്ടിൽ ഒരുപാട് മുറികളുണ്ട്, പക്ഷേ ഇങ്ങനെ ഒരു മനസ്സമാധാനം ഇവിടെ ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അങ്ങ് പറയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും പോയി എടുത്തുകൊണ്ട് ആ ജ്യൂസ് എന്ന് പറയുമ്പോൾ ജലജ ദേഷ്യപ്പെട്ടാണ് കേട്ടോ അവിടെ നിന്ന് അങ്ങ് പോവുകയും ചെയ്യുന്നത്. പോകുന്ന കൂട്ടത്തിൽ അങ്ങനെ പറയുകയും ചെയ്യും, അവൾക്കും കൂടെ വേണമെന്ന് പറയും കേട്ടോ. പിന്നീട് അതുപോലെ തന്നെ ഇനിയിപ്പോൾ ജ്യൂസിൽ എന്തെങ്കിലും ഇങ്ങനെ കലക്കി കൊണ്ടുവരുമോ എന്നൊക്കെ നയന പേടിയോടുകൂടി ചോദിക്കുകയാണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ അവരുടെ ഇന്നത്തോടുകൂടി ഇവിടുത്തെ ജീവിതം അവസാനിക്കും, അത് അവർക്ക് നന്നായിട്ട് അറിയാം, അതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് അതുപോലെ തന്നെ നവ്യയും തിരിച്ചു പറയുന്നുണ്ടായിരുന്നു കേട്ടോ നയനയോട്. പിന്നീട് നയന ടൂർ പോകുമ്പോൾ കൊണ്ടുപോകാനുള്ള ഡ്രസ്സൊക്കെ എടുത്ത് വെക്കുകയാണ് പെട്ടിയിൽ. അപ്പോൾ ആദർശ് റൂമിലേക്ക് വരുമ്പോൾ എത്ര ദിവസത്തേക്കുള്ള ഡ്രസ്സ് എടുക്കണം എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആദർശ് പറയും, ഒരാഴ്ചയാണ് എൻ്റെ മനസ്സിലുള്ളത്, എന്നാലൊരു 10 ദിവസമൊക്കെ ചിലപ്പോൾ നീണ്ടുപോയി എന്ന് വരാം, അപ്പോൾ അതിനുള്ളത് കണ്ടെടുത്ത് വെച്ചോ എന്നൊക്കെ പറയാണ്. പിന്നീട് വേഗം എടുത്ത് വെച്ചിട്ട് വാ, നമുക്ക് നിൻ്റെ വീട്ടിൽ പോയിട്ട് വരാം, അച്ഛനും അമ്മയും അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിരിക്കില്ലേ എന്ന് പറയും. അപ്പോൾ നയന പറയുന്നുണ്ടായിരുന്നു, അതിപ്പോൾ ഇനി എന്തിനാണാവോ എന്നിങ്ങനെ പറയും. പിന്നീട് ചോദിക്കുന്നുണ്ടായിരുന്നു, നിൻ്റെ അച്ഛനും അമ്മയൊക്കെ ഇതുപോലെ യാത്രയൊക്കെ പോയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നയന പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെ അച്ഛൻ്റെ ബുദ്ധിമുട്ടുകൊണ്ട് ഞങ്ങൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ടുമില്ല, പോയിട്ടുമില്ല എന്ന് പറയും കേട്ടോ. ഇതിപ്പോൾ നമ്മൾ രണ്ടുപേരും മാത്രമായിട്ട് പോകണോണ്ടാണ്, ഇനി എന്തായാലും നമ്മൾ പോകുന്ന സമയത്ത് അവരെയും കൂടി കൂട്ടാന്നിങ്ങനെ ആദർശ് പറയുന്നുണ്ടായിരുന്നു. എന്തായാലും നന്ദുവിൻ്റെ മനസ്സൊക്കെ ഒന്ന് മാറ്റിയെടുക്കേണ്ടത് അത്യാവശ്യമാണല്ലോ എന്നും കൂടെ പറയുന്നുണ്ടായിരുന്നു. പിന്നീട് കനകേനെയും ഗോവിന്ദനെയും ഒക്കെ കാണിക്കുകയാണ്. അപ്പോൾ കനകയാണെങ്കിൽ ആദർശിനും നയനയ്ക്കും കൊണ്ടുപോകാനുള്ള പലഹാരങ്ങളും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഉണ്ണിയപ്പവും അച്ചപ്പവും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവരും ഭയങ്കര സന്തോഷത്തിലാണ്. അപ്പോൾ നയന ആദർശിൻ്റെ കൂടെ ഇങ്ങനെ ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ യാത്രയൊക്കെ പോകുന്നത്, അതിൻ്റെ ഒരു സന്തോഷമാണ്. അപ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ടായിരുന്നു, ആദർശവും നയനമോളും വരുന്ന സമയത്ത് അബിയും നവിയും കൂടെ വന്നിരുന്നെങ്കിൽ അത് ഒരു സന്തോഷം ഇരട്ടിയായേനെ എന്ന് പറയും കേട്ടോ. അപ്പോൾ അത്രയൊന്നും പ്രതീക്ഷിക്കേണ്ട അങ്ങനെ. പിന്നീട് ജലജ അങ്ങനെ അന്ന് ഇങ്ങനെ ബാഗിൽ മാല കൊണ്ടുവച്ച് കളിയാക്കാൻ നോക്കിയ കാര്യം എന്തായാലും അവരുടെ മകൻ തന്നെയല്ലേ, അതുകൊണ്ട് അത്രയൊന്നും മാറാൻ പോകുന്നില്ല അബിയുടെ കാര്യം
എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നന്ദു പറയുന്നുണ്ടായിരുന്നു, എന്തായാലും നവ്യേച്ചിക്ക് ഒരു കുഞ്ഞൊക്കെ ജനിക്കാൻ പോവുമല്ലേ, അപ്പോൾ എന്തായാലും അബിയുടെ ഇതൊക്കെ ഒന്ന് മാറ്റിയെടുക്കേണ്ടതും അത്യാവശ്യമല്ലേ എന്ന് പറയുന്നുണ്ടായിരുന്നു. എന്നാലും നമുക്ക് സന്തോഷിക്കാം, നവ്യയുടെ സ്വഭാവം നന്നായിട്ട് മാറിയല്ലോ, ഇപ്പം ഇങ്ങനെ ചേച്ചി അനിയത്തീനെയൊക്കെ നന്നായിട്ട് മനസ്സിലാക്കിയല്ലോ, അതും വലിയൊരു സമാധാനമാണ് എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ. കനക ഒരുപാട് പലഹാരങ്ങൾ ഉണ്ടാക്കുന്നത് കാണുമ്പോൾ ഗോവിന്ദൻ ചോദിക്കുന്നുണ്ടായിരുന്നു, എന്തിനാ ഇത്രയധികം പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്നതെന്ന് ചോദിക്കും. അവർ രണ്ടുപേര് മാത്രമല്ലേ പോകണുള്ളൂ എന്ന് പറയുമ്പോൾ കുറച്ച് നവ്യമോൾക്കും കൂടെ കൊടുക്കാം, നേരത്തെ കൊടുത്തയച്ചതൊക്കെ ഇപ്പോൾ തീർന്നിട്ടുണ്ടാവും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവരാണെങ്കിലും ഭയങ്കര സന്തോഷത്തിലാണ്. പിന്നീട് ആദർശും നൈനയും കൂടെ ഇങ്ങനെ നൈനയുടെ വീട്ടിലേക്ക് പോകാൻ ഇറങ്ങുന്ന സമയത്ത് അനാമിക അവിടെ ഹാളിൽ തന്നെ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ അനാമികയാണെങ്കിൽ അവരിറങ്ങുന്നത് കാണുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, മറ്റുള്ളവരുടെ സമാധാനം കളഞ്ഞിട്ട് ഇപ്പോൾ രണ്ടുപേരും അങ്ങനെ ടൂറിന് പോവുകയാണല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ ആദർശ് വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, ടൂറ് ഞങ്ങൾ നാളെ പോകുന്നുള്ളൂ, ഇന്ന് ഇപ്പോൾ നൈനയുടെ വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്, അവളുടെ അച്ഛനും അമ്മയും അങ്ങോട്ടാണ് പോകുന്നതെന്ന് പറയും കേട്ടോ. അപ്പോൾ ആ വീട്ടിലേക്ക് ഇങ്ങനെ ആർക്കെങ്കിലും പോകാൻ പറ്റുമോ, എന്തൊരു ബാഡ് സ്മെല്ലാണ് അവിടെ എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ ഇതെനിക്ക് നിന്നോടും പറയാമെന്നൊക്കെ നൈനയും തിരിച്ച് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആ ബാഡ് സ്മെല്ലിൽ തന്നെയാണ് വളർന്നു വന്നിട്ടുള്ളത്, അതുകൊണ്ട് എനിക്ക് അവിടെ പോകുന്നത് വലിയ സന്തോഷം തന്നെയാണ് എന്നൊക്കെ പറയും. അപ്പോൾ ആദർശ് പറയുന്നുണ്ടായിരുന്നു, അപ്പോൾ ഇങ്ങനെ വീടും പരിസരവും അങ്ങനെ അല്ലല്ലോ നന്നാവേണ്ടത്, ഇങ്ങനെ നമ്മുടെ മനസ്സല്ലേ ഇങ്ങനെ സുഗന്ധം വേണ്ടത് എന്നൊക്കെ പറയുന്ന സമയത്ത് അനാമികയോടും ഇത് തിരിച്ച് പറയാം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അനാമിക പറയും, ഏറ്റവും വലിയ ദുർഗന്ധത്തിനല്ലേ ഇങ്ങനെ ആദർശേട്ടൻ കൂടെ കൊണ്ട് നടക്കുന്നത് എന്ന് പറയുമ്പോഴാണ് കേട്ടോ നൈന പറയുന്നത്, ഞാൻ അവിടെ തന്നെയാണ് ജനിച്ച് വളർന്നത്, അതുകൊണ്ട് എനിക്ക് അവിടെ പോകുന്നത് സന്തോഷമുള്ള കാര്യം തന്നെയാണ്, ഇത് എനിക്ക് നിൻ്റെ വീട്ടിലും വന്ന് പറയാം, തിരിച്ചും പറയാം എന്നൊക്കെ അനാമികയോട് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അനാമികയ്ക്ക് അത് ഇഷ്ടപ്പെടുന്നൊന്നുമില്ല കേട്ടോ. പിന്നീട് നൈനയും അതുപോലെ തന്നെ ആദർശും ആദ്യമൊക്കെ വഴക്ക് തന്നെയായിരുന്നല്ലോ, അതുപോലെ തന്നെയാണല്ലോ അനാമിക ഇപ്പോൾ. അപ്പോൾ അനീനെ മാറ്റിയെടുക്കണം എന്നൊക്കെ ഇങ്ങനെ ആദർശും നൈനയും കൂടെ ഇങ്ങനെ അനാമികേനെ ഉപദേശിക്കുന്നുണ്ട്. അനാമികയ്ക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ അനാമിക പറയുന്നുണ്ടായിരുന്നു, എനിക്ക് ആരെയും ഇങ്ങനെ പ്രഷർ ചെലുത്തി ഇങ്ങനെ എന്നെ ഇങ്ങനെ സ്നേഹിക്കാൻ വെക്കേണ്ട കാര്യമൊന്നുമില്ല, എനിക്കതിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആ രീതിയിലൊന്നല്ല ഇങ്ങോട്ട് വന്നത്, നല്ല അന്തസ്സായിട്ട് തന്നെയാണ് ഇങ്ങോട്ട് വന്നതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നൈനേനെ അങ്ങ് നിർത്തി അപമാനിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നൈന അതിന് നന്നായിട്ട് തിരിച്ച് മറുപടി പറഞ്ഞിട്ട് തന്നെയാണ് കേട്ടോ അവിടുന്ന് പോകുന്നത്. അപ്പോൾ അത് അനാമികയ്ക്ക് ഇഷ്ടാവുന്നില്ല, ഇതിന് അവൾക്ക് തിരിച്ചൊരു കൂട്ട് കൊടുക്കണമല്ലോ എന്ന് പറഞ്ഞ് വേഗം ഫോൺ എടുത്ത് അമ്മേനെ വിളിച്ച് കാര്യം പറയാണ്. അപ്പോൾ അവർ ടൂറ് പോകുന്ന കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഇപ്പോഴാണെങ്കിൽ എന്നെ ഇൻസൾട്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ രണ്ടുപേരും കൂടെ അവളുടെ വീട്ടിലേക്ക് പോയിട്ടുള്ളത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, എന്നാൽ പിന്നെ ഞങ്ങൾ ഇപ്പോൾ തന്നെ അങ്ങോട്ട് വരാം, അവൾ തിരിച്ച് വരുമ്പോഴേക്കും അതിനുള്ള എന്തെങ്കിലും പണി നമുക്ക് ഒപ്പിക്കാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അനാമികയോട് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ പിന്നീട് പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെ ആദർശിൻ്റെ അമ്മേനെ ചൂട് പിടിപ്പിക്കാൻ എളുപ്പമാണല്ലോ, അതുകൊണ്ട് ആ കാര്യം ഞങ്ങൾ ഏറ്റു, എന്തായാലും അവരുടെ ഈ യാത്ര എങ്ങനെയും മുടക്കണം എന്നൊക്കെയാണ് കേട്ടോ അനാമിക പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. രേവതിയാണെങ്കിലും അതിന് കട്ട സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ട്, എന്തായാലും ഞങ്ങൾ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് എത്തിയേക്കാന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും വേണും രേവതിയും കൂടെ ഉടനെ തന്നെ അനന്തപുരിയിലേക്ക് എത്തും, ഇവരുടെ യാത്ര എങ്ങനെയും മുടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രയൊക്കെയാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.